ഹായ് കൂട്ടുകാരെ, ഒരു കൂട്ടം കാട്ടിത്തരാം കേട്ടോ. ഇത് നമ്മുടെ കറ്റാർ വാഴയാണ്. ഇതാണ് കാട്ടിത്തരാമെന്ന് വിചാരിക്കരുത്. ഇത് അമ്മ ഈ 18-ാം പടിയിൽ ചവിട്ടി കയറി പോകുന്നത് കണ്ടോ. പുറകിന് ഞാനുണ്ടെന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. ചടപടയെന്ന് കയറി പോവാണ്. ഞാനും പുറകിന് പോകണം. ഞാൻ പതുക്കെ കയറുള്ളൂ, എനിക്ക് പേടിയാണ്. ഇതാണ് കാട്ടിത്തരാമെന്ന് പറഞ്ഞാൽ അമ്മയുടെ പച്ചക്കറി കൃഷിത്തോട്ടം. ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ധൃതി വെച്ച് ഓടിപ്പോയതൊക്കെ. ഇതെല്ലാം അമ്മയുടെ ചെറിയ ചെറിയ കൃഷികളാണ്. ഇത്തിരി വലിയ കൃഷിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം വേണ്ട വീട്ടു സാധനങ്ങളെല്ലാം അമ്മ ഇതിനകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പച്ചക്കറിയോടുള്ള ഉൽപ്പാദനത്തിനോടുള്ള ഒരു ടേസ്റ്റ് വന്നത് ഈ അമ്മയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അമ്മ എന്താ പറയുക, ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും അമ്മ അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. അതായത് പാവയ്ക്കാണ്. അമ്മ റിട്ടയറായിട്ടിപ്പോൾ കുറച്ച് വർഷങ്ങളായി. എന്നിട്ട് പോലും അമ്മ ജോലി ചെയ്തതാണ് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് റെസ്റ്റ് വേണം എന്നൊന്നുമല്ല. അമ്മയുടെ ഒരു ഹോബിയാണിത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെക്കാട്ടിലും ഇഷ്ടമാണ് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഞങ്ങളോട് അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറയും. ഇത് കറ്റാർ വാഴ വിൽക്കാനാണ് പുള്ളിക്ക്. ഇതെല്ലാം ഓരോരോ പച്ചക്കറികളാണ്. കുറച്ച് സ്പേസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചക്കറികളൊന്നും നടാൻ പറ്റത്തില്ല. ഉള്ളത് ആള് നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യുവേ. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സകല പച്ചക്കറികളും അമ്മയുടെ കയ്യിലുണ്ട്. ഞാൻ പച്ചമുളകൊക്കെ ചിലപ്പോൾ തീരുമ്പോൾ അമ്മയുടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ആള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഭയങ്കര ഫോണൊന്നും എടുക്കാതാണ് പച്ചക്കറി തോട്ടത്തിൽ വരുന്നത്. ഇത് ഒരു വളരിപ്പയറേ ഉള്ളൂ, പക്ഷെ അതും ഭയങ്കര സന്തോഷമാണ്. പച്ചമുളകാണ് അമ്മയുടെ മെയിൻ. ഈ ഒരു നീല ഉണ്ടമുളക് അത് ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു തൈക്ക് 280 രൂപ. അമ്മ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ പാകി കിളിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് എൻ്റെ നിത്യവഴുതനയായിരുന്നേ. എൻ്റെ വീട്ടിൽ വന്നപ്പം, എൻ്റെ വീട്ടിലല്ല ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം അമ്മ അതിൻ്റെ ഒരു തൈ എടുത്തിട്ട് വന്നതാണ്. അമ്മയ്ക്ക് നടണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അമ്മ അതിനകത്ത് നിന്ന് നിത്യവഴുതന ഇങ്ങനെ പറിക്കുകയാണ്. ഇത് ഒരു ചെറിയ പടവലങ്ങ. ആ പടവലങ്ങ കാണാൻ എന്ത് സന്തോഷമാണെന്നറിയോ. ഇതാണ് പുതിന. ഈ പുതിനയൊന്നും ഞാൻ അടിച്ചുകൊണ്ട് പോയി വീട്ടിലൊരെണ്ണം വെച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം കിളിച്ചിട്ടുണ്ട്. ഇത് ആഫ്രിക്കൻ മല്ലിയാണ്. നമ്മുടെ അതേ മല്ലിയുടെ അതേ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്. അതിനിടയ്ക്ക് എനിക്കൊരു കാന്താരി തൈ തന്നതാണ്. ഇത് സൂക്ഷിക്കണം, കളയരുതെന്നൊക്കെ എന്നോട് വാണിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ പിന്നെയും ഓരോന്ന് നോക്കിയും എടുത്തും ഒക്കെ നിൽക്കുകയാണ്. പുള്ളിക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു മനസ്സ് കുറവുണ്ട്. ധൃതി വെച്ച് പോകുന്നുണ്ടോ, എന്ത് ഫാസ്റ്റായിട്ടാണ് പോകുന്നതെന്നറിയാം. എനിക്കാണെങ്കിൽ തലയോട്ട് നോക്കിയാൽ തല ഇറങ്ങും. നമുക്ക് പെട്ടെന്ന് കിച്ചണിലോട്ട് പോകാം. കിച്ചണിൽ വെച്ചു. ഇത് പഴയ ഇരുന്ന എന്താ പറയുക, അവിടുന്ന് തന്നെ പറിച്ച പച്ചക്കറികളാണ്. ഇതെല്ലാം എൻ്റെ കൂട്ടുകാരെ കാണിക്കണമെന്ന് പറഞ്ഞ് എടുത്ത് വെക്കുന്നതാണ്. ഞാൻ എല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ടൊരു സന്തോഷം. എന്ത് സന്തോഷമാണെന്നറിയോ അമ്മയുടെ മുഖത്ത്. ഇത് ഓമയ്ക്കാണോ അതോ വെള്ളരിക്കയാണോ എന്ന് കൺഫ്യൂഷൻ തോന്നി. ഞാനൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കും ആ ഒരു സംശയം തോന്നിയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.